ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ പഠനകാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് അവർ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അധിക പേരും ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റാണ്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ഇപ്പോൾ അധികവും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മുമ്പ് സ്കൂളിലായിരിക്കുന്ന സമയത്ത് അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള രജിസ്റ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ വഴിയാകുമ്പോൾ അത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത്. അതിനുള്ള ഒരു പരിഹാരവും ഗൂഗിൾ മീറ്റ് നമുക്ക് ഒരുക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ പുതിയൊരു മീറ്റിംഗ് ആരംഭിക്കുന്നു. നമ്മളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മീറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞ് നമ്മൾ മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള വിൻഡോയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ നമ്മൾ ഈ സമയത്ത് നോക്കുമ്പോൾ നമ്മൾ സാധാരണ പരിചയപ്പെട്ടിട്ടുള്ള വിൻഡോകളും മെനുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക എന്നാണ് ഇനി പറയുന്നത്. ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ തുറന്നു വരുമ്പോഴുള്ള വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ കഴിയുകയില്ല. അത് നമ്മൾ ചെയ്യേണ്ടത്, ഗൂഗിളിൽ പോയിക്കൊണ്ട് നമ്മളിവിടെ ഗൂഗിൾ ക്രോം വെബ് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ക്രോം വെബ് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ വെബ് സ്റ്റോറിൻ്റെ ലിങ്ക് കിട്ടും. ഇത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഈ സെർച്ച് ബാറിൽ നമ്മൾ അറ്റൻഡൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. അറ്റൻഡൻസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ എക്സ്റ്റൻഷൻസ് നമുക്കിവിടെ കിട്ടും. ഇതിൽ ഈ രണ്ടാമത് കാണുന്ന അറ്റൻഡൻസ് ഫോർ ഗൂഗിൾ മീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതിൻ്റെ വലതുവശത്തായി കാണുന്ന ആഡ് ടു ക്രോം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ നമുക്ക് ഡയലോഗ് ബോക്സ് വരുന്നു. ഇവിടെ ആഡ് എക്സ്റ്റൻഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് അവിടെ വന്നു കഴിഞ്ഞു. നോക്കൂ, ഇപ്പോൾ നമ്മളുടെ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഇടതുവശത്ത് ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ടേക്ക് അറ്റൻഡൻസ് എന്നുള്ളത് കാണാം. ഇപ്പോൾ ഇതിൽ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് വിൽ ഷോ അപ്പ് ഹിയർ. ഇവിടെ ആരും ജോയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആരും കാണാത്തത്. ഇനി നമുക്കിതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ മറ്റൊരു യൂസർ ഐ ഡി വെച്ചുകൊണ്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് ഈ കോഡ് മാത്രം മതി, ബാക്കിയുള്ള ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ജോയിൻ കൊടുക്കുന്നു. ഞാനിതിലേക്ക് എൻ്റെ രണ്ടാമതൊരു യൂസർ ഐ ഡി വെച്ചുകൊണ്ട് ഗൂഗിൾ മീറ്റിലേക്ക് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഈ അറ്റൻഡൻസ് എന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിലവിൽ ഒന്നും കാണുകയില്ല. ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് വിൽ ഷോ അപ്പ് ഹിയർ. നമ്മൾ ഇവിടെ കാണുന്ന ഈ ടേക്ക് അറ്റൻഡൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത യൂസറെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, ഏത് സമയത്താണ് ജോയിൻ ചെയ്തത്, ആ പേരെന്താണ് എന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ഉണ്ടായിരുന്നത് എന്നും പകുതി വെച്ച് ആരൊക്കെയാണ് ഉള്ളത് എന്നും അവസാനത്തിൽ ഈ ഗൂഗിൾ മീറ്റിൽ ആരൊക്കെ അവശേഷിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഈ അറ്റൻഡൻസ് വഴി എടുക്കാൻ കഴിയും. ഇവിടെ എക്സ്പോർട്ട് ആസ് TXT എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഒരു TXT ഫയലായിക്കൊണ്ട് നമുക്കവിടെ സേവ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും, തുടക്കത്തിലും ക്ലാസ്സിൻ്റെ മധ്യത്തിലും അവസാനത്തിലുമൊക്കെ നമുക്ക് ഇങ്ങനെ അറ്റൻഡൻസ് എടുത്തു വെക്കാൻ കഴിയും. ഇതാണ് ഗൂഗിൾ നൽകുന്ന ഒരു സൗകര്യം. ഗൂഗിൾ മീറ്റിൽ ഗൂഗിൾ നൽകുന്ന ഒരു സൗകര്യം എന്ന് പറയുന്നത്. ഇത് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു എക്സ്റ്റൻഷനാണ് ഇത്. നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ വളരെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ എക്സ്റ്റൻഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഈ രീതിയിൽ നിങ്ങളുടെ കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുവാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി.